അപ്പോ അതില് 2013 അവർ പഠനം ആരംഭിച്ചെങ്കിലും റിപ്പോർട്ട് കൊടുക്കുന്നത് 2018 ഉമ്മൻചാണ്ടി മാറി ഒന്നാം പിണറായി ആയി. നിങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ മാതിരി എല്ലായിടത്തും വിശേഷിച്ച് പറയുമല്ലോ. അങ്ങനെ ഒന്നാം പിണറായി ആയി. ആ സമയത്ത് വെച്ച് അന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ്. ഉമ്മൻചാണ്ടിയെ ചാരി ശൈലജ ടീച്ചർക്ക് ഒരടി എന്നതാണോ അതിലെ സൂത്രം എന്നും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം പരിതാപകരമായ അവസ്ഥയിലാണെന്ന് ആർക്കും അറിയാത്തത്. ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് സാർ. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് സാർ. ഇവിടെ കേരളം ഒരു ട്രോപ്പിക്കൽ ഡിസീസിന്റെ ഒരു ഗാലറിയായി കേരളത്തെ ഇന്ന് വിശേഷിപ്പിക്കുകയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ക്യാപിറ്റലായി കേരളം മാറുകയാണ് സാർ. ഒന്നിനു പിറകെ ഒന്നായി ഈ പകർച്ചവ്യാധികളെല്ലാം തന്നെ കേരളത്തെ ആക്രമിക്കുമ്പോൾ ആരോഗ്യ വകുപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഭരണകക്ഷി അംഗങ്ങൾ ഞങ്ങൾ ആരെയോ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള പകർച്ചവ്യാധികൾ, രോഗങ്ങൾ എല്ലാം ചർച്ച ചെയ്ത പാരമ്പര്യമുള്ള ഒരു സഭയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ, അജ്ഞത, ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതകൾ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അത് സഭയിൽ കൊണ്ടുവന്ന് ഫോക്കസിൽ കൊണ്ടുവന്ന് ആ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ ആരുടെ കൊട്ടേഷനാണ്? അമീബയുടെ കൊട്ടേഷനാണ്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം തുടർച്ചയായി 3 വർഷമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തള്ളാണോ? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയതാണോ? കേരളത്തിലെ ആരോഗ്യരംഗമാകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് പോകുന്നത്? കേരളം അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മികച്ച നിലയിൽ എത്തി എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സർ. അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആ അപമാനം ഉണ്ടാകുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി സാർ. എന്താണെന്ന് അറിയുമോ? UDFന്റെ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 12 ആയിരുന്നു. 12-ൽ നിന്നാണ് 5 എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത് എന്നുള്ളത് നമുക്ക് കാണാം.